പത്തരമാറ്റ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ദേവേൻ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയായിരിക്കും. അന്ന് ഹോസ്പിറ്റലിലേക്ക് നയന വന്ന സമയത്ത് നയനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മാട്ടിയിറക്കി വിട്ടല്ലോ. അതൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുന്ന സമയത്തായിരിക്കട്ടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജയനെ കാണുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊക്കെ കണ്ണീരങ്ങ് തുടക്കുന്ന സമയത്ത് തന്നെ ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ദേവേൻ നീ ഇവിടെ ഇരുന്ന് കരയായിരുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിന്റെ പണ്ട് തൊട്ടേയുള്ള സ്വഭാവമാണ്, ഇത് നിന്റെ വീട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ എന്തെങ്കിലും ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് സങ്കടമാണെന്ന് എനിക്കറിയാം. നിനക്ക് കരൾ തന്ന ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലും എല്ലായിടത്തായിട്ട് ഒരു ഓട്ടപ്പായച്ചിൽ നടത്തിയെന്നൊക്കെ എനിക്കറിയാം. എന്നിട്ട് പോലും ഇതുവരെ അത് നീ അറിഞ്ഞില്ല. അതല്ലേ ഇപ്പം നിന്റെ സങ്കടം എന്ന് ചോദിക്കാട്ടോ ജയൻ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നുമല്ല എൻ്റെ സങ്കടം, എനിക്കിപ്പോൾ ഇനി അത് അറിയും വേണ്ട. എനിക്കിപ്പോൾ സങ്കടം എൻ്റെ മകനാണ്, അവൻ്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പോൾ ജയൻ ചോദിക്കുന്നത്, നമ്മുടെ മകൻ്റെ സങ്കടമല്ലേ, അത് മാറ്റാൻ നീ വിചാരിച്ചാൽ സാധിക്കുമെന്ന് പറയും. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, ചേട്ടാ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ജയൻ പറയുന്നത്, നീ ആ ഫോൺ എന്നിട്ട് നമ്മുടെ മരുമകളോട് ഇങ്ങോട്ടേക്ക് വരാനൊന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരു ഫോൺ കോളിൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ ദേവേനി, അതെങ്കിലും നീ നമ്മുടെ മകനിക്ക് വേണ്ടി ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അതിനുശേഷം ആദർശ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമോ, അവരുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവേനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ജയൻ പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടികളാണ് ഈ വീടിനെ നിലനിർത്തേണ്ടത്. ആദ്യം നീയും ജാനകിയൊക്കെ ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നു. അതിനുശേഷമാണ് നമ്മുടെ മക്കളുടെ ഭാര്യമാരൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അതിലേറ്റവും കൂടുതൽ സ്വഭാവ മഹിമയുള്ളത് നയനമോൾക്കാണ്. അവൾക്ക് ഈ കുടുംബത്തിനെ നയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അച്ഛനും അമ്മയും അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത്. അതുകൊണ്ട് നീ പോയിട്ട് അവളെ വിളിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ദേവേനി തിരിച്ചു ചോദിക്കുകയാണ്, എനിക്ക് കരൾ തന്നത് ആരാണ് എന്ന കാര്യം നയനക്ക് അറിയാവോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ജയൻ ഒരു തപ്പിലായിരിക്കും. എന്നിട്ട് ജയൻ പറഞ്ഞിട്ട്, അതെനിക്കറിയില്ല. ഇനി ഒരു പക്ഷേ ആദർശ് അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്നും എനിക്കറിയില്ലല്ലോ. എന്താ ഇനിയിപ്പോൾ അത് ചോദിക്കാനാണോ നീ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നും ചോദിക്കും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്കിനി അതിനെ പറ്റിയിട്ട് അറിയണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ആ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പോലും ആ പെൺകുട്ടി പറഞ്ഞത് ഞാനാണ് ഈ കരൾ തന്നത് എന്ന കാര്യം പുറലോകം ആരും തന്നെ അറിയരുത് എന്നാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് ആ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അത് അനുസരിക്കണ്ടേ, അങ്ങനെ തന്നെയല്ലേ ദേവേനി ചെയ്യേണ്ടതെന്നും ചോദിക്കും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് സത്യാവസ്ഥ എല്ലാം തന്നെ ദേവയാനിക്ക് മനസ്സിലായല്ലോ. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭയങ്കര സങ്കടം വന്നിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് ദേവയാനിയുടെ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ അനിയെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അനാമികയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരാത്തത് എന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അനി പറഞ്ഞിട്ട്, മുത്തശ്ശ അവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാവുന്നത്? നീ താലി കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യയാണ് അവള്, അവളുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം. നയനമോളെ പിടിച്ച് തല്ലിയതൊന്നും ഒട്ടും തന്നെ ശരിയായില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം അവളെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട്, അതുമാത്രമല്ല അവൾ ചെയ്തത്, ഏട്ടത്തിയെ പിടിച്ച് തള്ളുകയല്ല മാത്രം ചെയ്തത്. ആ നന്ദുവിനെ കുറച്ച് ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ടു പോയി എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഞാനും ആദർശേട്ടനും കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ആ നന്ദുവിനെ അവരെല്ലാം ചേർന്ന് കെട്ടിത്തൂക്കി അങ്ങ് കൊന്നേനെ എന്ന് പറയും. അപ്പോഴെന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പറയുന്നുണ്ട്, തെളിവുകളായിട്ടൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അവൾക്കും അവിടെ അച്ഛനും മാത്രമേ നന്ദുവിനോട് ശത്രുത ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയും. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഈ അനന്തപുരി തറവാട്ടിലേക്ക് മരുമക്കളായിട്ട് കയറി വന്ന ആരും തന്നെ ഡിവേഴ്സ് നേടി ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. അതിനുള്ള അവസരമൊന്നും ഞങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുമില്ല. അതുകൊണ്ട് നീയായിട്ട് അങ്ങനെ ഒരു നാണക്കേടും കൂടി ഈ കുടുംബത്തിന് ഉണ്ടാക്കി വെക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ നീ എങ്ങനെ ഉപദേശിക്കും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നമ്മുടെ കുടുംബം ഇത്രയും വലിയ കുടുംബമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. മുത്തശ്ശനെ ഒരു രാജാവിനെ പോലെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും അത് വലിയ നാണക്കേടാവും. അതുകൊണ്ട് നീ എങ്ങാനും ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞ് അനിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. മുത്തശ്ശി പറയുന്നത്, ദേവയാനിക്ക് ഭയങ്കര സങ്കടമാണ് നീ അനാമികയെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാത്തതിൽ. അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു സങ്കടം നീ ആയിട്ട് മാറ്റി കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടില്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും വല്യമ്മക്കും വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം. അത്ര മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്നങ്ങ് പോവും. അനി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവരുടെ കുടുംബം അത്ര ശരിയല്ല എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവളുടെ അച്ഛനും അവളുടെ സ്വഭാവം ഒന്നും ഒട്ടും തന്നെ ശരിയല്ല. പിന്നെ അനിക്ക് അവരൊരു കാറ് കൊടുത്തിരുന്നല്ലോ, ആ കാർ ഇപ്പോൾ അവിടെ ഇല്ല എന്നാണ് അനി പറഞ്ഞത്. അവരാ കാണിക്കുന്നതിന് പുറകിൽ എത്രയോ പൊങ്ങച്ചും അതുപോലെ തന്നെ കുറേ കള്ളത്തരങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട്, ഇനി നമ്മൾ ഏതായാലും അത് വലുതാക്കി പറയൊന്നും വേണ്ട, ഇനി അത് മതി അനിക്ക് അനാമികയോടുള്ള വെറുപ്പ് കൂടാൻ. അതുകൊണ്ട് നമ്മളായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട എന്നിങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ട്. പിന്നീട് അനി അവിടെ നിന്ന് നേരെ അനാമികയെ വിളിക്കാൻ വേണ്ടി അനാമികയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതിയായിരിക്കും കാണുന്നത്. ദേ ഒന്നിങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേന്നൊക്കെ പറഞ്ഞ് വേണുവിനെ വിളിച്ചു വരുത്തും. അനിയെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, ആഹാ നമ്മുടെ മരുമോനാണോ വന്നത്, നമ്മുടെ മകളെ കൂട്ടിക്കൊണ്ടുപോകാനാണോ വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ അനി പറയുന്നുണ്ട്, അതെ വീട്ടിലാണെങ്കിൽ വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ.
അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ചോദിക്കുന്നത്, ഓ അതുകൊണ്ട് മാത്രമാണോ വന്നത്? എങ്കിൽ പിന്നെ അവൾ വിടണോ എന്ന കാര്യത്തെ പറ്റിയിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ വേണു പറയുന്ന സമയത്തിന്, അങ്ങനെയൊന്നും പറയില്ലേ എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കാട്ടോ രേവതി. അപ്പോൾ വേണു പറയുന്നത്, ആ ഏതായാലും നീ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞില്ലേ, അതുകൊണ്ട് അവളുടെ അഭിപ്രായം കൂടി ചോദിച്ചേക്കാമെന്ന് പറയും. ഇതേ സമയത്തിന് അനാമിക അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ആഹാ ഇതാര് ഇവനോ? നീ എന്താ എന്നെ വിളിച്ചോണ്ട് പോകാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വിട്ടതായിരിക്കുമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ വല്യമ്മയും മുത്തശ്ശി നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആ മുത്തശ്ശിയൊന്നും ആയിരിക്കില്ല, വല്യമ്മ തന്നെയായിരിക്കും. വല്യമ്മയ്ക്ക് എന്നോട് വലിയ കാര്യമാണ്, സ്വന്തം മോളെ പോലെയാണല്ലോ എന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ അങ്ങനെ നിന്റെ വല്യമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നീ നഷ്ടപ്പെടുത്താതെ നോക്കണം. നീ കാര്യമായിട്ട് തന്നെ വല്യമ്മയെ അങ്ങോട്ടേക്കും സ്നേഹിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെ അവരവരുടെ സ്വന്തം മരുമകളെ തള്ളിക്കളഞ്ഞിട്ടല്ലേ നിന്നെ സ്നേഹിക്കുന്നത്, പക്ഷേ ഇവൻ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇവൻ നിന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടതിന് അവളെയും അവളുടെ അനിയത്തിയൊക്കെയല്ലേ സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കും. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോവാനാ വന്നത്, നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, എൻ്റെ മരുമോനെ നിന്റെ തലക്ക് നല്ല ചൂടാണല്ലോ, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ തലക്കകത്ത് നെല്ലിക്കാതളം വെക്കേണ്ടി വരുമെന്നൊക്കെ പറയും. അപ്പോൾ അനി പറയുന്നുണ്ട്, അങ്ങനെ നെല്ലിക്കാതളം വെക്കണമെങ്കിൽ അത് അച്ഛൻ്റെ മോളുടെ തലക്ക് തന്നെ അങ്ങ് വെച്ചാൽ മതി. അച്ഛൻ്റെ മകളുടെ തലക്കാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. ഒരു നാടൻ മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുൾസയാക്കി എടുക്കാം. അതുകൊണ്ട് നല്ല ഒന്നാം തരം നെല്ലിക്കാതളം തന്നെ മോളുടെ തലക്കകത്ത് അങ്ങ് വെച്ചു കൊടുക്കുമെന്നും പറയാട്ടോ അനി. അപ്പോഴേക്കും അനാമികക്ക് ദേഷ്യം വന്ന് അതിന് മറുപടി പറയാൻ നിൽക്കുന്ന സമയത്ത് തന്നെ രേവതി തടയുന്നിട്ട്, മോളെ നീ ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ടവാ, നമുക്ക് റെഡിയാവണ്ടേ, വല്യമ്മ നിന്നെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കായിരിക്കും, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ പോവാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് രേവതി അനാമികയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് റെഡിയാവാൻ പോവും. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വേണു അനിയോട് പറയുന്നുണ്ട്, അന്നേരം വേണു അനിയോട് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ കൊള്ളാം, അവളെ നന്നായിട്ട് നോക്കിക്കൊള്ളണം, പൊന്നു കൊടുത്തില്ലെങ്കിൽ പൊന്നൊരുക്കി അവളുടെ തലയിൽ ഒഴിച്ചേക്കരുത് എന്ന് പറയും. അപ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ മോളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും, അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയാട്ടോ. എന്നാൽ വേണു സംസാരിക്കുന്നതിനൊക്കെ തക്ക മറുപടി പോലെ ഉരുളക്ക് ഉപ്പേരി പോലെ അനി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിന് വേണുവിന് അങ്ങ് വല്ലാതാവുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് അനി പറയുന്നുണ്ട്, അതെ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ വിട്ടാൽ മതി, അല്ലാതെ നിർബന്ധിച്ച് കൊണ്ടുപോകാനൊന്നും ഞാനും ഒരുക്കമല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് കനകദുർഗയും ഗോവിന്ദനും നന്ദുവിനും ഇങ്ങനെ സംസാരിക്കാട്ടോ. വിഷു ആയതുകൊണ്ട് തന്നെ കുറേ അധികം ഓർഡർ കിട്ടിയിട്ടുണ്ട്, എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് കനകം പറയുന്നുണ്ട്, മരുമോൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ഇനി ഒരുപാട് വർക്കൊന്നും പിടിക്കണ്ട എന്ന്, അതുകൊണ്ട് അത്രത്തോളമൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കാട്ടോ ഗോവിന്ദനോട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അതെ നമ്മുടെ ഒരു മോളെയും കൂടി കെട്ടിച്ച് വിടാനുണ്ട്, നീ എന്താ ആ കാര്യം അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കും. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടമെന്ന് പറയും. അപ്പോഴേക്കും അത് ഞങ്ങൾക്കങ്ങ് സമ്മതിച്ച് തരാൻ പറ്റണ്ടേ എന്ന് പറയാട്ടോ കനകം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ദേവ്യാനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ദേവ്യാനിയെ കാണുന്ന സമയത്തിന് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ ദേവ്യാനി ഇങ്ങോട്ടേക്ക് വരുന്നു എന്നിങ്ങനെ അത്ഭുതത്തോട് പറയുന്ന സമയത്തിന് എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും. ദേവ്യാനി അകത്തേക്ക് കയറി വരുന്ന സമയത്തിന് കനകദുർഗ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഒറ്റയ്ക്ക് വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അതെന്താ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് കനകം പറയുന്നുണ്ട്, അല്ല സുഖമില്ലാതിരിക്കുമായിരുന്നില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ദേവ്യാനി അകത്തേക്ക് കയറി വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോൾക്ക് എങ്ങനെയാ സുഖമായോ എന്ന് ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് എല്ലാവർക്കും ഒരു പതറലായിരിക്കും. എന്നിട്ട് അവൾക്കതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയട്ടെ കനകം. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അല്ല അമ്പലത്തിൽ വെച്ച് കണ്ട സമയത്ത് നിങ്ങൾ അവളെ പിടിച്ചുകൊണ്ടായിരുന്നു നടന്നത്, അപ്പോൾ എനിക്കെന്തോ അവൾക്കൊരു വയ്യായിക ഉള്ളതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയും. അപ്പോൾ കനക പറയുന്നുണ്ട്, ഓ അതാണോ, അന്ന് അവൾക്ക് നല്ല പനിയുണ്ടായിരുന്നു, പിന്നെ അവൾക്ക് ബിപിയും കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ പിടിച്ചുകൊണ്ട് നടന്നത് എന്ന് പറയും. എന്നിട്ടൊക്കെ ദേവേനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവളെന്താ കറങ്ങാൻ പോയോ എന്ന് ചോദിക്കും. അപ്പം നന്ദു പറയുന്നുണ്ട്, അല്ല ചേച്ചി അകത്തുണ്ട്, കുളിക്കുമായിരുന്നു, കുളി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് പറയുന്ന സമയത്ത് തന്നെ ദേവേനി പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ അവളെ അങ്ങോട്ട് പോയി കണ്ടോളാം, ഇങ്ങോട്ടേക്ക് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു പക്ഷേ കുറച്ചിലായാലോ, അതുകൊണ്ട് ഞാൻ അവളെ അങ്ങോട്ട് പോയി കണ്ടോളാം എന്നിങ്ങനെ ദേവേനി പറയുന്ന സമയത്ത് കനകദുർഗ പറയുന്നുണ്ട്, എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെയൊന്നും കരുതില്ല, അവൾ ഇന്നും പ്രാർത്ഥനയിലായിരുന്നു, അവളുടെ അമ്മായിയമ്മ അവളെ ഒന്ന് വിളിക്കണേ എന്ന്, അങ്ങനെ മാത്രമേ എൻ്റെ മോള് ചിന്തിക്കുള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആ അത് നേരെ അവളുടെ പ്രാർത്ഥന ഏതായാലും ഈ ഈടായിട്ട് ഫലിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനെ അകത്തേക്ക് അങ്ങ് പോവും. എന്നാൽ ഗോവിന്ദന് ഭയങ്കര ടെൻഷനായിരിക്കട്ടെ. ഗോവിന്ദൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും അവർ വന്നത്, ഇനി ഒരു പക്ഷേ ഒരിക്കലും തിരിച്ചു വരാണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത്. ദേവേനയുടെ മുഖഭാവം കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്ന് പറയുന്ന സമയത്തിന് 3 പേർക്കും ആകെ ടെൻഷനാവും. ഇതേ സമയത്ത് ദേവേനി നേരെ നയനയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നയന അങ്ങനെ മുടി വാർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ദേവേനെ കാണുന്ന സമയത്തിന് അയ്യോ അമ്മയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നയന പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് ചാടി എഴുന്നേൽക്കും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം, നിന്റെ അടുത്തേക്ക് വന്ന് തല കുമ്പിട്ട് നിന്നെ വിളിക്കണമെന്ന്, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ മകൻ്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അവനക്ക് കുറച്ച് നാളായിട്ട് ഉറക്കമില്ല, അവനക്ക് ആകെ വിഷമാണ് നീ അവിടെ ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് അവൻ്റെ ആ ഒരു സങ്കടം മാറ്റിയേക്കാമെന്ന് ഞാൻ കരുതി. അവനെ ഞാൻ എങ്ങനെ വളർത്തിയതാണെന്നറിയാമോ,
അവൻ്റെ കുഞ്ഞിലെ ഒരു അസുഖമുള്ളത് കൊണ്ട് മാത്രമാണ് അവനെ മാത്രം ഞാൻ സ്നേഹിച്ച് വളർത്തി അവൻ്റെ താഴെ ഒരു കുഞ്ഞു പോലും വേണ്ട എന്ന് പോലും ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെയുള്ള അവൻ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയട്ടെ ദേവയാനി. എന്നിട്ട് നയനയോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതൊന്നും നടന്നില്ല. ഒരു കുടുംബത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ സ്വന്തം കുടുംബത്തെ പോലെ അവരെയൊക്കെ സ്നേഹിക്കണമെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ ഐശ്വര്യ സമാധാനവും ഒക്കെ വരുള്ളൂ എന്നൊക്കെ പറയട്ടെ ദേവയാനി. അപ്പം നയനെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് അമ്മേ ഞാൻ ആ കുടുംബത്തിൽ വന്നു തൊട്ട് നോക്കി നിൽക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. അതിപ്പോൾ കല്യാണത്തിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയട്ടെ നയന. അപ്പോൾ ദേവയാനി പറയുന്നിട്ട് നിൻ്റെ മഹത്വമൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിന്നെ ഞാൻ വന്ന് വിളിക്കണമെന്ന നിൻ്റെ ആവശ്യം ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ഇനിയെങ്കിലും നിനക്ക് എൻ്റെ കൂടെ അനന്തപുരിയിൽ തറവാട്ടിലേക്ക് വരാൻ പാടില്ലേ എന്ന് ചോദിക്കാട്ടോ ദേവയാനി. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ നോക്കിയിട്ട് ആകെ അന്തിച്ച് നിൽക്കായിരിക്കട്ടെ നയന. അപ്പോൾ ദേവയാനി ചോദിക്കുന്നത് എന്താ ഇനി അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കെന്ന് ചോദിക്കും. അപ്പോൾ നയന പറഞ്ഞിട്ട് ഇല്ലമ്മേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ കൂടെ വന്നോളാമെന്ന് പറയും. എന്നാൽ ദേവയാനി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടോ എൻ്റെ മനസ്സിലുള്ള സ്നേഹം ഒരിക്കലും അവൾ അറിയരുത് എന്ന്. അങ്ങനെയൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ദേവയാനി വീണ്ടും നയനയോട് പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ സങ്കടം കണ്ടു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവന് നല്ലൊരു കുടുംബജീവിതം വേണം. അവന് നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവന് സന്തോഷമാവുള്ളൂ. അതുകൊണ്ട് നിന്നെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിപ്പോൾ നിന്റെ കാല് പിടിച്ചിട്ട് നീ വരുവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. എനിക്കെന്തായാലും നിന്നെ തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. ഈ നിമിഷം തന്നെ നീ ഇവിടെ നിന്നും ഇറങ്ങണം. നീ എൻ്റെ കൂടെ പോരണമെന്നൊക്കെ ദേവയാനി പറയുന്ന സമയത്തിന് ആകെ അങ്ങനെ അന്താളിച്ച് നിന്ന് പോകുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ദേവയാനി നയനോട് ഇങ്ങനെ കാല് പിടിച്ച് കേണപേക്ഷിക്കുന്ന പോലെ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന സമയത്തിന് നയനക്ക് ശരിക്കും ഒരു ഷോക്കായിരിക്കും. അങ്ങനെ പത്തരമാറ്റ് സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.